Hello guys, welcome back to my channel Alex Lab. Guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ് നമ്മുടെ യൂട്യൂബിലുള്ള മച്ചാന്മാർക്കായിട്ട് പ്രത്യേകം സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഉൾപ്പെടെ എത്രയോ പേർ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കെല്ലാമായിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറുമ്പോൾ തന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാമറ, ലൈറ്റ്, മൈക്ക്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് യൂട്യൂബിൽ കയറുമ്പോഴേ ആദ്യമായി വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റാണെങ്കിൽ നമ്മൾ വീട്ടിലെ ലൈറ്റൊക്കെ വെച്ച് യൂസ് ചെയ്യും, ക്യാമറ ആണെങ്കിലും ഫോൺ യൂസ് ചെയ്യും. ഗൈസ്, പിന്നെയുള്ളതാണ് സൗണ്ട്, അതായത് നമ്മുടെ മൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനുള്ള എന്തായാലും ഒരു 800 റുപ്പീസ് അടുത്ത് വരുന്നതാണ് റേറ്റ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ചെറിയ ബഡ്ജറ്റിൽ, അതായത് ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ്, കാരണം നമുക്കൊരു 20 രൂപ ബഡ്ജറ്റ് എങ്ങനെ ഒരു മൈക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. നമുക്കറിയാം വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ആണ് നമുക്ക് മൈക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്കാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു പഴയ നമ്മുടെ ഹെഡ്ഫോണിൽ നിന്ന് എടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹെഡ്സെറ്റിൽ നിന്നോ സാധാ മൈക്കൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ പഴയൊരു പൊട്ടിപ്പോയ ഹെഡ്ഫോണിൻ്റെ യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്കാണ് ആദ്യം വേണ്ടത്. ഗൈസ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പീക്കർ വയറാണ്. അപ്പോൾ നമുക്ക് സ്പീക്കറിന് സാധാരണ യൂസ് ചെയ്യുന്നത്, ഞാനപ്പം കഴിഞ്ഞ ദിവസം ഒരു ഹോം തിയേറ്ററിൻ്റെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ അതിന് സ്പീക്കറിന് ലെങ്ത് കൂട്ടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച കുറച്ച് വയറാണ്. ഗൈസ്, ശരിക്കും നമുക്ക് ഈ വയറല്ല വേണ്ട, കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ വയറാണ് വേണ്ടത്. നമ്മുടെ നോർമലായിട്ട് സ്പീക്കറെ കാണുന്ന പോലത്തെ വയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ബട്ട് ഗൈസ്, ഇതാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വയർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ കമ്പോണൻറ്റ്, അതായത് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് 3.5-ൻ്റെ ഹെഡ്ഫോൺ ജാക്കാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ്ഫോണിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിൽ നേരെ കണക്ട് ചെയ്യാൻ. ഞാനിപ്പം എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറൊക്കെ പൊട്ടിപ്പോൾ എനിക്കിന് സോൾഡർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ കമ്പോണൻറ്റ്. കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം, കാരണം എനിക്ക് കണക്ഷൻ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എൻ്റെ സോൾഡർ മെഷീൻ വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് സോൾഡർ ചെയ്യാൻ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ബട്ട് ഗൈസ്, ഞാനിപ്പോൾ കണക്ഷൻ എന്താണെന്ന് പറയാം, എന്നിട്ട് ലാസ്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷൻസ് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഹെഡ്ഫോൺ ജാക്കാണ്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ താഴെ നിന്ന് മേലോട്ടുള്ള 2 വയർ മതി നമുക്ക്. അപ്പം അതിൽ ഏറ്റവും താഴെയുള്ള വയറാണ് നമുക്ക് മൈക്കിൻ്റെ വയർ, മൈക്കിൻ്റെ പോസിറ്റീവ് വയർ. അതിന് തൊട്ട് മേളിലുള്ളതാണ് ഗ്രൗണ്ട് വയർ, അതായത് നമ്മുടെ ഹെഡ്ഫോണിലെ സ്പീക്കറിലേക്കും മൈക്കിലേക്കും പോകുന്ന കോമൺ ആയിട്ടുള്ളൊരു വയറാണ് നമ്മുടെ ഗ്രൗണ്ട് വയർ. അപ്പോൾ നമുക്ക് ഈ 2 വയറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അത് നമുക്കത് 2 സോൾഡർ കൊടുക്കണം. പിന്നെ ഗൈസ്, നമുക്ക് വയർ എടുത്തേക്കുന്ന ഒരു 5 മീറ്റർ അടുത്ത് ഞാൻ വയർ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് മൈക്ക് ആകുമ്പോൾ നല്ല ലെങ്ത്ത് വേണം. അത് കാരണം ഞാൻ 5 മീറ്റർ അടുത്ത് വയറിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ വയർ സോൾഡർ കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ മൈക്കിന് എന്ന് പറയുമ്പോൾ നമുക്ക് 2 വയറിങ് വരുന്നുള്ളൂ. അതിൽ നമുക്ക് തിരിഞ്ഞ് വയറും കുഴപ്പമില്ല, കാരണം മൈക്കിന് ആകെ മൊത്തം 2 വയറേ വരുന്നുള്ളൂ. അത് കാരണം നമുക്ക് ഈ 2 വയറും നോർമലായിട്ട് സോൾഡർ ചെയ്യണം. ഗൈസ്, നമുക്ക് ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് റെഡിയാണ്. ഓക്കെ, ഞാനപ്പോൾ സോൾഡർ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്ക് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, ഞാനിപ്പോൾ ഇത് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മൈക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഹെഡ്ഫോണിൻ്റെ പഴയ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൈക്ക് കാരണം ഞാനിത് വെച്ച് കാണിച്ചു തരാം ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ എഫക്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ ഇതിൻ്റെ മൈക്കിൻ്റെ എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്. ഗൈസ്, നിങ്ങളിപ്പോൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കാണെങ്കിൽ നോർമലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിപ്പോ, അതായത് നമ്മളിപ്പം തുണിയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ക്ലിപ്പൊക്കെ കാരണം ഉണ്ടെങ്കിൽ ഒരു ടൈ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ടിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതിപ്പോൾ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് വയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മൈക്കിന്, അതായത് ഒരു ബാസിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ പീസ് എടുത്തത് കട്ട് ചെയ്തൊരു മൈക്കിൻ്റെ രീതിയിലാക്കി ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ സൗണ്ട് കിട്ടും. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു. അപ്പോൾ ഞാൻ ഈ പുറകെ ചെയ്തേക്കുന്ന ഈ വി എഫക്റ്റ്, അതായത് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, അതായത് അങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ്, നമ്മുടെ ഗീവ് അവേ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പം അത് കാരണം നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. ഗൈസ്, അടുത്ത നല്ലൊരു വീഡിയോ ഇടുന്നത്. ബൈ.